ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴയകാല റെസിപ്പിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ്. എൻ്റെ മമ്മിയും എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ അമ്മായിയമ്മയും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതിന് വേണ്ടുന്നത് വരിക്കച്ചക്കയാണ്. ഇപ്പോൾ എല്ലാവർക്കും വരിക്കച്ചക്ക ഇപ്പോൾ ഒരുപാടുള്ള സമയമാണല്ലോ. ഇപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് കുരുക പൊടിയാണ്. ഇനി ഞാൻ ഇതിനകത്ത് 3 ഏലക്ക പൊടിച്ചിടുന്നുണ്ട്. പിന്നെ ശകലം ഉപ്പൂടെ ചേർത്ത് നമുക്കിത് ഭംഗിയായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ലൂസിലായിട്ടാണ് കുഴച്ചെടുക്കുന്നത്, ഹാർഡായിട്ടല്ല. ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ആ അരിഞ്ഞു വെച്ച ചക്കയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ചക്ക നല്ല മധുരമുള്ളതാണ്. അതിനകത്തേക്ക് അല്പം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമുണ്ട്, പക്ഷേ നിങ്ങളെ കാണിക്കാനാണ്. ഞങ്ങൾക്ക് അത്രയും ശർക്കരയൊന്നും വേണ്ട. നല്ല ശർക്കര ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതല്ലല്ലോ, പഞ്ചസാരയുടെ കണക്കല്ല. വീഡിയോ അത്ര ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾ ക്ഷമിക്കുക. കാരണം തനിയെ ചെയ്യുന്നതല്ലേ. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു വയണയിലയാണ്. നിങ്ങളുടെ അവിടെ വയണയില ഇല്ലെങ്കിൽ നമുക്ക് കൂവയിലയിലും മഞ്ഞളിലയിലൊക്കെ ഇത് ചെയ്യാം. അത് ഞാനിങ്ങനെ കുമ്പിള് കുത്തുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ. ആ കുമ്പിളി ചെയ്തതിനകത്തോട്ട് നമുക്ക് ഈ മാവ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഈ പഴം നിറച്ച ഈ ചക്കപ്പഴം നമുക്ക് നിറച്ച് കൊടുക്കാം. അതിനകത്ത് കുറച്ച് മാവ് കൂടെ വെച്ച് നമുക്കത് ഫില്ല് ചെയ്ത് ഒട്ടിച്ച് വെക്കാം. കാരണം ഇത് നല്ലോണം ആവി കയറി കഴിയുമ്പോൾ ഈ ചക്ക നല്ലോണം വെന്തിട്ട് അതിൻ്റെ ആ ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, അതിങ്ങനെ ഒഴുകി പുറത്ത് വരും. അതിന് വേണ്ടിയാണ് ഈ ഫില്ല് ചെയ്യുന്നത്, ഇതുപോലെ അടച്ചു വെക്കുന്നത്. അങ്ങനെ നമുക്കിതെല്ലാം ഓരോന്നും അങ്ങനെ ചെയ്യാം.
കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് വരുമ്പോഴേക്ക് ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് അധികം മായമൊന്നുമില്ലല്ലോ, എണ്ണയും കൂടുതലില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അത് ഏലക്കായുടെ ഒരു മണവും എല്ലാം കൂടെ ആകുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അതുമാത്രമല്ല കൂരകപ്പൊടിയാണല്ലോ ഇതിൽ കൂടി ചേർത്തിരിക്കുന്നത്. ഇതൊന്നും തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതൊന്നുമല്ല. ചക്കയൊക്കെ മക്കൾക്ക് കൊടുത്ത് വളർത്തണം. കണ്ടോ, ഇത് നമുക്കിനി ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കണ്ടോ, ഇപ്പോൾ ആവി കഴിഞ്ഞ് അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എണ്ണ പലഹാരങ്ങൾ അതും ഇതുമൊക്കെ വാങ്ങിക്കൊടുക്കാതെ ഇതൊക്കെ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലേ 4 മണിക്ക് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് അവർ കഴിച്ചോളും. അതിൻ്റെ കൂടെ നമ്മൾ ചായയോ കാപ്പിയോ കൊടുത്താൽ മതി. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ബായ്.